അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ളവൻ അവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത്. അവന്റെ ഇബാദത്തായിരിക്കും ഏറ്റവും നല്ലതായി വരുന്നത്. അവനിൽ നിന്നുള്ള പാപങ്ങൾ ഏറ്റവും ദൂരെയുമായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലിയുസ് സ്വാലിഹീൻ മുജീബുദ് ദാഈൻ غافر ذنوب المذنبين وقابل توبة التائبين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. വിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബാണ് ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കാൻ തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈമാനിന്റെ തഹ്ഖീഖിന് വേണ്ടിയിട്ടാണ്, ഈമാൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈമാനിന്റെ സ്ഥാനം ദീനിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, ഒരുത്തിന്റെ ശരീരത്തിൽ അവന്റെ തല അഥവാ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാര്യം എന്താണോ അതുപോലെയാണ് ഈമാനിന്റെ ആവശ്യകതയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ അല്ലെങ്കിൽ കലിമത്ത് ത്വയ്യിബ അതിനെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ? കലിമത്തൻ ത്വയ്യിബ, അതിന്റെ ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. കശജറത്തിൻ ത്വയ്യിബ, ഒരു ത്വയ്യിബായ വൃക്ഷത്തിനോട്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ അടിവേര് അത് ഉറച്ചു നിൽക്കുകയാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകളാണെങ്കിലോ ആകാശത്തേക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ ചില അടിസ്ഥാനങ്ങളുടെ മേലെ നിലനിൽക്കുന്നതാണ്, ചില ഉസൂലുകളുടെ മേലെ നിലനിൽക്കുന്ന കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഒരു ഈമാനിനെ ഒരു വൃക്ഷത്തോട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഖൽബിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതാണ്. അതിന്റെ വേരുകൾ, അതിനാവശ്യമായ വെള്ളം എന്താണ്? വഹിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനം വിശ്വാസം ഉറക്കലാണ്. അതുപോലെ തന്നെ അതിന്റെ ഫുറൂഉകൾ, അതിന്റെ ചില്ലകൾ എന്ന് പറഞ്ഞാൽ അഅ്മാലുകളാണ്. അതിൽ നിന്ന് കർമ്മങ്ങൾ, ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അതിന്റെ സമറത്ത്, അതിന്റെ വിഭവം എന്ന് പറഞ്ഞാൽ ആ മരത്തിൽ നിന്നുണ്ടാകുന്ന കായ്ക്കനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും പരലോകത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളുമാണ്. നമുക്ക് എന്ത് നന്മ ലഭിക്കുന്നുണ്ടോ ദുനിയാവിലാകട്ടെ നാളെ പരലോകത്താവട്ടെ അത് ഈമാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈമാൻ നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മയും കൊണ്ടുവന്നു തരും. ഒരുപാട് ഫായിദകൾ, ഈമാനിന്റെ ഫായിദകൾ ഒരുപാടെണ്ണം വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദാഉ വദവാ എന്ന ഗ്രന്ഥത്തിലെല്ലാം 100ഓളം കാര്യങ്ങൾ ഉണ്ടതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട് അത്തൗളീഹ് വൽ ബയാൻ ലിശജറത്തിൽ ഈമാൻ, ഈമാനിന്റെ വ്യത്യസ്ത ചില്ലകളെ കുറിച്ച് വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും തുല്ലാബുകളോട് അത് വായിക്കാൻ ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ഈമാനികമായിട്ടുള്ള നേട്ടങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നാം പറഞ്ഞു വരുന്നത് ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ 6 എണ്ണമാണ്. ഉസൂലുൽ ഈമാൻ എന്ന് പറയുന്നത് 6 എണ്ണമാണ്, അതല്ലെങ്കിൽ അർക്കാനുൽ ഈമാൻ എന്ന് പറയുന്നത്. ആ 6 കാര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളെയും ഹദീസുകളിൽ നിന്ന് മാത്രമായി ജമഅ ചെയ്തിരിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ഈ ആയത്തിൽ ഈ 6 അർക്കാനുകളുമായും അതുപോലെ ഈമാനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെയും ഹദീസുകൾ മാത്രം, ആയത്തുകളല്ലാതെ, ആയത്തിൽ തന്നെ ധാരാളം നമുക്ക് ലഭിക്കും.
ഖുർആനിൽ തന്നെ അർക്കാനുൽ ഈമാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഒരു ഗ്രന്ഥത്തിൽ ഹദീസുകൾ മാത്രമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈമാനിന്റെ അർക്കാനുകൾ എന്നതിന് ദലീലുകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊടുത്ത ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഫഖ്ബിർനി അനിൽ ഈമാൻ, മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി. 6 കാര്യങ്ങൾ. അല്ലാഹുവിലുള്ള വിശ്വാസം, മലായികത്തുകളിൽ, കിതാബുകളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യനാളിൽ, അതുപോലെ ഖദറിലുള്ള വിശ്വാസം. അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ദലീലുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറഞ്ഞു, റസൂലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാവരും വിശ്വസിച്ചത് അള്ളാഹുവിലും അള്ളാഹുവിന്റെ മലക്കുകളിലും അള്ളാഹുവിന്റെ കിതാബുകളിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. പുണ്യം എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി, ഏ മുഅ്മിനീങ്ങളെ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, നിങ്ങളുടെ പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട കിതാബുകൾ, അതുപോലെ മുമ്പിറക്കപ്പെട്ട കിതാബുകൾ. വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരാണോ അല്ലാഹുവിലും മലായികത്തുകളിലും കുതുബുകളിലും റുസുലുകളിലും എല്ലാം പരലോകത്തിലും വിശ്വസിക്കാതിരിക്കുന്നത് അവർ വഴിപിഴച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ പറഞ്ഞു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് കൃത്യമായ ഖദർ പ്രകാരമാണ് എന്നുള്ളത്. ഇവിടെ ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ദലീലുകളാണ്. ഇനി നമുക്കറിയാവുന്നതുപോലെ അർക്കാനുൽ ഇസ്ലാം 5 കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ അർക്കാനുൽ ഈമാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മിലൊരു വ്യത്യാസത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ അർക്കാനുൽ ഇസ്ലാമിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒന്നാമത്തെ ഷഹാദത്തും രണ്ടാമത്തെ നമസ്കാരവും ഒഴികെയുള്ള ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്തില്ല എങ്കിൽ അയാളെ നമ്മൾ ഒരിക്കലും മുസ്ലിം അല്ല എന്ന് പറയില്ല. അയാൾ എന്തായിട്ടേ പരിഗണിക്കുകയുള്ളൂ? അഹ്ലുസുന്ന മുസ്ലിമായിട്ടേ പരിഗണിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ ഷഹാദത്ത് അംഗീകരിച്ചിട്ടുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ നോമ്പ് നോൽക്കുന്നില്ല, നിർബന്ധമായ നോമ്പ് നോൽക്കുന്നില്ല. അയാൾ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കുന്നില്ല, അയാളെ നമ്മൾ കാഫിർ എന്ന് പറയില്ല, അയാളെ മുസ്ലിമായി തന്നെ നമ്മൾ പരിഗണിക്കും. അതേസമയം ഈമാനിന്റെ അർക്കാനുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരാൾ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ മുഅ്മിനാവുകയില്ല, അവനെ ഈ മുഅ്മിനായി പരിഗണിക്കുകയില്ല. ഒരാൾ എല്ലാത്തിലും വിശ്വസിച്ചു, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചില്ല, അവന് മുഅ്മിനായി പരിഗണിക്കില്ല. ബാക്കിയുള്ള 5 ഒരാൾ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വസിച്ചില്ല, അവനെ മുഅ്മിനായി പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അർക്കാനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈമാനിന്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഇസ്ലാമിന്റെ അർക്കാനുകളിൽ ഷഹാദത്തും നമസ്കാരവും ഒഴിവാക്കിയാൽ അത് അതിന്റെ നിയമങ്ങൾ വേറെയാണ്. അത് ചിലപ്പോൾ കാഫിറായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഷഹാദത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ എന്ത് കാരണം കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈമാനിന്റെ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല, ഒന്നിൽ വിശ്വസിച്ചില്ല എങ്കിൽ ബാക്കി അവൻ ഈമാനിന്റെ പരിധിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം അസ്ലും മിനൽ ഉസൂൽ എന്ന് ഉലമാക്കൾ പറയുന്നത്. ഇപ്പോ ആമനർ റസൂലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആമനർ റസൂലു ബിമാ ഉൻസില ആമനർ റസൂലു وآمن الرسول ما أنزل إليه من ربه والمؤمنون كل آمن بالله. അള്ളാഹുവിൽ വിശ്വസിച്ചു പറഞ്ഞു. പിന്നെ പറയുന്നത് വമലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകൾ, ഇളാഫത്ത് അള്ളാഹുവിലേക്കാണ്. വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകൾ. വറുസുലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. എല്ലാത്തിനെയും ഇളാഫത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഈമാൻ കാര്യത്തിൽ ഒരാൾ അവിശ്വസിച്ചാൽ
അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവിശ്വസിച്ചു, കുഫർ ഉണ്ടായി എന്നുള്ള നിലക്കാണ് അത് നമ്മൾ പരിഗണിക്കുക. സഹോദരങ്ങളെ, ഈമാനിന്റെ പ്രാധാന്യം ഓരോ മനുഷ്യനെയും അവന്റെ ദറജകൾ ഉയർത്തുന്നത്, അവന്റെ അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം ഉയർത്തുന്നത്, ദുനിയാവിലെയും പരലോകത്തിലെയും സ്ഥാനങ്ങൾ ഉയർത്തുന്നത് അത് ഈമാനാണ്. ആ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈമാനിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതിനെ അമല് ചെയ്ത് തഹ്ഖീഖ് ചെയ്യാൻ നാം പരിശീലിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന അഹ്ലൽ ജന്നതി യതറാഅയൂന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം. സ്വർഗാവകാശികളായ ആളുകൾ ആകാശത്ത് അവരുടെ മുകളിലായിട്ട് അഹ്ലുൽ ഗുറഫ് ആ ആളുകളെ കാണും. കമാ യതറാഅയൂന അൽ കൗകബ അദ്ദുജി അൽ ഗാബിറ ഫിൽ ഉഫഖ മിൻ അൽ മശ്രിഖ് വൽ മഗ്രിബ് ലിതഫാദുലി മാ ബൈനഹും. നിങ്ങൾ ഈ ദുനിയാവിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മശ്രിഖിലും മഗ്രിബിലും നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമായി നിൽക്കുന്നത് പോലെ, ഭംഗിയിൽ നിൽക്കുന്നത് പോലെ സ്വർഗാവകാശികൾ അഹ്ലുൽ ഗുറഫിനെ കാണും. അത് അവരവരുടെ സ്ഥാനത്താണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, തിൽക മനാസിലുൽ അംബിയാ ലാ യബ്ലുഗുഹാ ഗൈറുഹും. അത് അമ്പിയാക്കളുടെ സ്ഥാനമാണോ? സ്വർഗത്തിൽ കിടന്ന ആളുകൾ അവരിലെ മുകളിലുള്ള ആളുകളെ കാണുകയാണ്. അപ്പൊ അത് അമ്പിയാക്കളുടെ സ്ഥാനങ്ങളാണോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. റിജാലുൻ ആമനൂ ബില്ലാഹ് വസദ്ദഖൂ അൽ മുർസലീൻ. അത് ആരുടെ സ്ഥാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാനുള്ള, അതുപോലെ തന്നെ മുർസലുകളെ സത്യപ്പെടുത്തുന്ന, പ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്ന ഈമാനിൽ ശക്തിയുള്ള ആളുകളുടെ സ്ഥാനമാണ് സ്വർഗത്തിലെത്തിയാലും ഉന്നതമായ ദറജ എന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, ഈമാൻ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളിൽ മുഴുകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വലഹത് സ്വലഹൽ ജസ്ദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസ്ദു കുല്ലു. ഖൽബ് നന്നായി കഴിഞ്ഞാൽ ശരീരം മൊത്തം നന്നാവും. ഒരുത്തന്റെ ഖൽബിൽ ഈമാൻ നിറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ ആ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേ മുഴുകുകയുള്ളൂ. അതല്ലാത്തതിലേക്ക് അവന്റെ ശരീരം പോകില്ല. അതേസമയം അത് കേടുവന്നു കഴിഞ്ഞാലോ, ഒരുത്തന്റെ ഖൽബ് നശിച്ചു കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ മുഴുകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ദറജകൾ വ്യത്യസ്തമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ ദറജയിൽ ഒരുപോലെ എത്തുന്നതായിരിക്കും. പക്ഷേ ഈമാനിന്റെ ദറജയിലേക്ക് എത്തുക എന്നുള്ളത് അതിൽ ചില ആളുകളാണ് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചില അറാബികൾ വന്നു പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖാലത്തിൽ അറാബു ആമന്ന. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്ന അറാബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി, നിങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറയണ്ട, പക്ഷെ നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞു. വലമ്മ യദ്ഖുലുൽ ഈമാൻ ഫീ ഖുലൂബിക്കും. കാരണം നിങ്ങളുടെ ഖൽബിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, ഈമാനിന്റെ ഹഖീഖത്ത് നിങ്ങളുടെ ഖൽബിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ നാം മനസ്സിലാക്കണം, നമ്മുടെ അവസ്ഥ ഇതിലേതായിരിക്കും, ഈമാനിന്റെ അവസ്ഥയിൽ തന്നെ ഏത് സ്ഥാനത്തായിരിക്കും. നാം ഓരോരുത്തരും അതിനെ മൊത്തമായിട്ടും ഈമാനിനെ മുജ്മലായിട്ടും നാം പഠിക്കണം, മുഫസ്സലായിട്ട് വേർതിരിച്ച് അതിന്റെ വേർതിരിവോടുകൂടിയും പ്രത്യേകമായിട്ടും ഈമാനിനെ കുറിച്ച് പഠിക്കണം. കാരണം അതാണ് നമ്മളെ ഏറ്റവും നല്ല ഉന്നതമായ സ്ഥാനത്തിലേക്കും ദറജയിലേക്കും ഏറ്റവും നല്ല ജീവിതത്തിലേക്കും പരലോകത്തിലെ ഏറ്റവും നല്ല അവസ്ഥയിലേക്കും നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ഈമാനോടുകൂടി സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവർക്ക് ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതമായിരിക്കും. നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമുക്കുണ്ടാകുന്ന എന്ത് വിഷമവും എന്ത് ബുദ്ധിമുട്ടും എന്ത് ദോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലെ നമ്മുടെ കുറവ് കൊണ്ടായിരിക്കും. നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ, നമ്മുടെ ഇൽമിനനുസരിച്ച് ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കുറവ് കൊണ്ടായിരിക്കും. നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ
നമുക്ക് ഏറ്റവും യോജിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്നതാവില്ല, പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ നൽകും. അതുപോലെ തന്നെ നാളെ പരലോകത്ത് അവന് ഏറ്റവും നല്ല പ്രവർത്തനത്തിനുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞിരുന്നതായി നമുക്ക് കാണാം. ബക്കർ അൽ മുസ്നി റഹിമഹുള്ള പോലെയുള്ളവർ പറഞ്ഞിരുന്നു, മാ സബഖകും അബൂബക്കറിൻ ബികസ്റതി സൗമിൻ വലാ സലാഹ് വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. ഈമാനിന്റെ പ്രാധാന്യം പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളെക്കാൾ മുന്നിട്ടത്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥാനം എത്രത്തോളമാണ്? പ്രവാചകന്മാർക്ക് ശേഷം നേതാവായിട്ട് ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, പ്രവാചകന്മാർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെക്കാൾ മുന്നിട്ടത് നോമ്പിന്റെ ആധിക്യം കൊണ്ടോ നമസ്കാരത്തിന്റെ ആധിക്യം കൊണ്ടോ ആയിരുന്നില്ല. വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖൽബിൽ ഉണ്ടായിരുന്ന സ്ഥാനം പിടിച്ചിരുന്ന ഒരു കാര്യം കൊണ്ടാണ്. ഇവിടെ പറയുന്നത് അമലുകളെ കുറച്ച് കാണിക്കുകയല്ല, ഈമാനിന്റെ പ്രാധാന്യം, ഈമാനിൽ സിദ്ഖ് കാണിച്ചതിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉന്നതമാണ് എന്നുള്ളതാണ്. ഇനി ഈമാനിനെ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഒരു വസ്ത്രം നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് കാലം ഒരു സ്ഥലത്ത് വെച്ചാൽ പോലും അതിന്റെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും, നുരുമ്പിപ്പോകുന്ന അവസ്ഥ. അതുപോലെ നിങ്ങളുടെ ഖൽബിലെ ഈമാൻ പൊടിഞ്ഞു പോകുന്നതാണ്, നുരുമ്പിപ്പോകുന്നതാണ്. ഫസ്അലുല്ലാഹ അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഖൽബിൽ ഈമാൻ പുതുക്കി കിട്ടാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഈമാനിന്റെ ആവശ്യകത നമുക്ക് ഭക്ഷണത്തേക്കാൾ, വെള്ളത്തേക്കാൾ, മറ്റെന്താവശ്യത്തേക്കാൾ, അല്ലെങ്കിൽ വായുവിനേക്കാൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഈമാനാണ്. അത് കുറഞ്ഞു പോകും, നമ്മുടെ ഖൽബിന് ഖസ്വത്ത് ബാധിച്ചു പോകും, കാലദൈർഘ്യം അതിനെ ഇല്ലാതാക്കി കളയും, പലതും അത് നശിപ്പിച്ചു കളയും, നമ്മുടെ ചുറ്റുപാടുകൾ അത് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് അത് പുതുക്കി 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 അതിനെക്കുറിച്ച് കേട്ടും പഠിച്ചും വളർത്തിയെടുക്കുക എന്നല്ലാതെ അതിനൊരു വഴിയുമില്ല. ഇത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നാം പറഞ്ഞല്ലോ, ഇതിൽ ഈമാനിന്റെ 6 അർക്കാനുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളും ഓരോ ബാബുകളായി തിരിച്ച് അതിൽ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു കിതാബാണിത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ബാബ് ഇതിൽ ഷെയ്ഖ് തുടങ്ങുന്നത് ബാബു മഅരിഫത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒന്നാമത്തെ അർക്കാൻ എന്നുള്ളത് പിന്നെ അള്ളാഹുവിലെ വിശ്വാസമാണ്. അതിൽ തന്നെ ഷെയ്ഖ് ഒന്നാമത് കൊടുക്കുന്നത്, ആദ്യം ഷെയ്ഖ് കിതാബ് തുടങ്ങുന്നത് ഷെയ്ഖിന്റെ എല്ലാ കിതാബുകളെയും രീതി എന്ന പോലെ ബസ്മല കൊണ്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനോട് സഹായം ചോദിച്ച് അള്ളാഹുവിനുള്ള ബർക്കത്തിന് വേണ്ടി അതിൽ തുടങ്ങുന്നു. പിന്നെ വബിഹി അസ്തഈൻ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നുള്ളത് തുടങ്ങിയിട്ട് ഒന്നാമത്തെ ബാബു മഅരിഫത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, മഅരിഫത്ത് ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടാവുക എന്നതാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ എഴുതിയ റിസാലയിൽ കൊടുത്തിട്ടുള്ള മനോഹരമായ ചില വാക്കുകളുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹം പറയുകയാണ്, ഫഹ്രിസ് അയ്യകൂന ഹമ്മുക വാഹിദ, നീ ശ്രദ്ധിക്കേണ്ടത്, നീ താല്പര്യപ്പെടേണ്ടത് നിന്റെ ചിന്ത ഒരേ ഒരു കാര്യമാവാനാണ്. വയകൂന ഹുവല്ലാഹു വഹ്ദഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാവാൻ. ഫഹാദാ ഗായതു സഅാദത്തിൽ അബ്ദ്, അതാണ് ഒരു അടിമയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ. വസാഹിബ് ഹാദിഹിൽ ഹാൽ, ഈ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ ഒരാളുണ്ടെങ്കിൽ അവൻ ഫീ ജന്നതി മുഅജ്ജല ഖബ്ല ജന്നത്തിൽ ആഖിറ, പരലോകത്തെ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് ദുനിയാവിലുള്ള ഒരു സ്വർഗത്തിലായിരിക്കും അവൻ. വഫീ നഈമിൻ ആജിൽ, അവൻ ഇവിടെ പെട്ടെന്ന് ലഭിക്കുന്ന വലിയ നിഅമത്തിലായിരിക്കും. കമാ ഖാല ബഅദുൽ വാജിദീൻ, സലഫുകൾപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞതുപോലെ, ഇന്നഹു ലയമുറു ബിൽ ഖൽബി ഔഖാത്തിൻ, ചില സമയങ്ങളിൽ ഖൽബിനുണ്ടാകുന്ന ഒരു അവസ്ഥ, അഖൂൽ, ഞാൻ പറഞ്ഞു പോകും, ഇൻ കാന അഹ്ലുൽ ജന്നതി ഫീ മിസ്ലി ഹാദാ ഇന്നഹും ലഫീ ഐഷിൻ തയ്യിബ്,
ഈ അവസ്ഥയാണ് സ്വർഗാവകാശികൾക്കുള്ളത് എങ്കിൽ അത് വല്ലാത്ത നല്ലൊരു അവസ്ഥയിലാണ്. വഖാല ചില ആളുകൾ പറഞ്ഞു, ഇന്നഹു ലയമുറു ബിൽ ഖൽബി ഔഖാതിൻ യർഖുസു ഫീഹാ തുർബൻ, ചില സമയത്ത് എന്റെ കൽബ് സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയിലായിരിക്കും. അതുപോലെ മറ്റു ചിലർ പറഞ്ഞു, മസാകീനു അഹ്ലി ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ്, ദുനിയാവിലെ മിസ്കീനുകൾ അവർ ദുനിയാവ് വിട്ടുപോയി, ദുനിയാവിലെ ഏറ്റവും പരിശുദ്ധമായ ആസ്വാദകരമായ കാര്യം ആസ്വദിക്കാതെ അവർ വിട്ടുപോയി. മാഫീഹ, അവരോട് ചോദിച്ചപ്പോൾ ദുനിയാവിലെ ഉള്ളത് ആസ്വദിക്കാതെ വിട്ടുപോയി. ഖീല ലഹു, അപ്പൊ ചോദിക്കപ്പെട്ടു, വമാ അക്യു മാഫീഹ, ദുനിയാവിൽ എന്താണ് ഇത്രയധികം ആസ്വാദകരമായിട്ടുള്ള എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, ഖാല മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്, വമുഹബ്ബതുഹു, അള്ളാഹുവിനോടുള്ള ഹുബ്ബാൻ, വലുൻസു ബിഖുർബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തുകൊണ്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്, വശൗഖ ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ്. എന്നിട്ട് ശൈഖ് പറയാണ്, വലൈസ ഫിദ് ദുനിയ നഈമുൻ യുശബ്ബഹു നഈമ അഹ്ലിൽ ജന്നതി ഇല്ലാ ഹാദാ, ദുനിയാവിലെ ഒരു നിഅമത്തുമില്ല പരലോകത്തെ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിനോട് എന്തെങ്കിലും ഒരു തശ്ബീഹ്, എന്തെങ്കിലും ഒരു സാമ്യതയുള്ള ഒരു ആസ്വാദനമില്ല ഇതല്ലാതെ. വലിഹാദ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതാക്കിയിരിക്കുന്നു അന്നിസാ വത്തീബ്, സ്ത്രീകളും അതുപോലെ സുഗന്ധവും, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്, എന്നാൽ എന്റെ കണ്ണിന് കുളിർമ എന്നുള്ളത് നമസ്കാരത്തിലാക്കിയിട്ടുള്ളതാണ്. ഫഅഖ്ബറ അന്നഹു ഹുബ്ബിബ ഇലൈഹി മിൻ ദുനിയ ഷൈആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യങ്ങളെ ഇതിൽ അറിയിച്ചു ഇഷ്ടമുള്ളതായിട്ട്, അന്നിസാ വത്തീബ്, സ്ത്രീകളെയും സുഗന്ധവും. ثم قال, പക്ഷെ പറഞ്ഞു, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, അതിനേക്കാളെല്ലാം എന്റെ കണ്ണിന് കൺകുളിർമ എന്നുള്ളത് നമസ്കാരത്തിലാണ്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. അള്ളാഹുവിനെ അറിഞ്ഞവന് മാത്രമേ ഈമാനിന്റെ ആസ്വാദനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും അടിസ്ഥാനം. അതാണ് അസ്ലും മിൻ ഉസൂൽ, ഉസൂലുകളുടെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത് മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹി, അള്ളാഹുവിനെ അറിയലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുമാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് അറിയാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ കൊണ്ടാണ്, അള്ളാഹുവിന്റെ ആയാത്തുകൾ കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ മറ്റു പല കാര്യങ്ങളെ കൊണ്ട് മുഴുകുമ്പോൾ നമ്മുടെ ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിലൂടെ അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിന്റെ ആയാത്തുകളിലൂടെ അള്ളാഹുവിനെ അറിയാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, കണ്ടിട്ടില്ലേ എങ്ങനെയാണ് ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, എങ്ങനെയാണ് ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുള്ളത് എന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിയിട്ടുള്ളത് എന്ന്. വഇലൽ അർളി കൈഫ സുതിഹത്, എങ്ങനെയാണ് ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ സൃഷ്ടികളിലൂടെയും നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയതാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സൃഷ്ടികളെയും. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന് മൂന്ന് കാര്യത്തിൽ ഒന്നിനായിരിക്കും. ഒന്നെങ്കിൽ ഒരു നഫ്അ്, എന്തെങ്കിലും ഒരു ഉപകാരത്തിനായിരിക്കും, അല്ലെങ്കിൽ ഇബ്തില, പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇബ്റ, അതൊരു ഇബ്റത്തായിരിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ള മറ്റെന്താ കാര്യങ്ങളെയും നാം ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം, മനുഷ്യ, നീ പാപം ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നിന്റെ വില നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് നോക്ക്. ഈ ഭൂമിയിൽ നീ കാണുന്ന ചെറുതും വലുതുമായ ഓരോ ജന്തുജീവജാലങ്ങളും, ചെറുതും വലുതുമായ ചെടികളും മരങ്ങളും എല്ലാ സൃഷ്ടികളും നിനക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. നിനക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്, മനുഷ്യന് വേണ്ടി. ആ സ്ഥാനത്തെ നീ പാപങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളയരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെയാണ്. ഏതൊരു കാര്യവും, ഏതൊരു സൃഷ്ടിയും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിനെ, അള്ളാഹുവിനെ കുറിച്ച് അറിവ് തരുന്നുണ്ട്. അതായത്
ഒരു മനുഷ്യന് ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യം എന്താണോ അതായിരിക്കും അവന് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണത്തിനേക്കാൾ നമുക്ക് ഏറ്റവും ലഭിക്കുക വെള്ളമായിരിക്കും. അപ്പോൾ ഭക്ഷണം ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് ലഭിക്കുന്നത് വെള്ളമാണ്. വെള്ളത്തിനേക്കാൾ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് വായുവാണ്. വെള്ളം ലഭിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മനുഷ്യന് ലഭിക്കുന്നത് വായുവാണ്. ഇതിനേക്കാൾ എല്ലാം ആവശ്യമായിട്ടുള്ള തൗഹീദും ഈമാനും ഇതിനേക്കാൾ എല്ലാം എളുപ്പത്തിൽ മനുഷ്യന് ലഭിക്കുന്നുണ്ട്. മനുഷ്യന് തന്റെ ഈ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അവൻ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. അതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടാകും. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ അസ്മാഉ വ സിഫാത്തുകളിലൂടെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ ഉറ്റാലോചിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളാണ്. മറ്റെന്തിനേക്കാളും സ്വർഗത്തിലെയും പരലോകത്തിലെയും എന്തൊക്കെ സൗകര്യങ്ങളെക്കാളും അനുഭൂതികളെക്കാളും എല്ലാം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് എത്ര മഹത്തരമായ സൂറത്താണ്, എത്ര പ്രാധാന്യമുണ്ട് അതിന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത്, റഹ്മാനായ റബ്ബിന്റെ സിഫത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ പറയുന്നതാണ്. അതുപോലെ അഅ്ളമു ആയത്തിൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും ഉന്നതമായ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്. ആ ആയത്തുൽ കുർസി അത്രത്തോളം അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അഅ്ളമു ആയ എന്നതിനെ പറയാൻ കാരണം. അപ്പൊ ഏതൊരു കാര്യത്തിനെ കുറിച്ചുള്ള അറിവും അതിന്റെ പ്രാധാന്യം നിൽക്കുന്നത് മഅലൂമിന്റെ ഷറഫ് വെച്ചിട്ടാണ്. അതായത് ഏതൊരു ഷറഫുൽ ഇൽമി മിൻ ഷറഫി മഅലൂം, ഒരു പഠിക്കപ്പെടുന്ന സാധനത്തിന്റെ മഹത്വം എത്രയാണോ അതാണ് ആ ഇൽമിന്റെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും അവനെ അറിയുന്നതിനെ കുറിച്ചും ഉള്ള ഇൽമിനേക്കാൾ, ശർഈയായ ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ളവൻ അവനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത്. അവന്റെ ഇബാദത്തായിരിക്കും ഏറ്റവും നല്ലതായി വരുന്നത്. അവനിൽ നിന്നുള്ള പാപങ്ങൾ ഏറ്റവും ദൂരെയുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത്, ഏറ്റവും ധാരാളം ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ ഇൽമുള്ളവരാണ്. എന്തിനെ കുറിച്ചുള്ള ഇൽമ്? തഫ്സീറുകളിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഇൽമ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള ഇൽമ്. അതുകൊണ്ടാണ് തൗഹീദിനെ ഉലമാക്കൾ 2 ഭാഗമായിട്ട് വേർതിരിച്ചത്. ജാനിബുൽ ഇൽം, ജാനിബുൽ അമൽ. ഇൽമിന്റെ ഭാഗവും അമലിന്റെ ഭാഗവും. തൗഹീദിനെ 2 ഇനമായിട്ട് ഉലമാക്കൾ വേർതിരിക്കും. ഒന്നാമത്തേത് തൗഹീദുൽ ഇൽമി, തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. ഒരുത്തൻ അറിയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞ് ഉറക്കേണ്ട, ബോധ്യപ്പെടേണ്ട തൗഹീദ്, അതാണ് ഒന്നാമത്തെ ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിൽ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ ഭൂമികളിൽ അതുപോലെ സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അതിനിടയിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഇറങ്ങുന്നു. ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനെയും ഇൽമ് അവനിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയാൻ. ഇവിടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിൽ നമുക്കറിയാം തൗഹീദാണെന്നുള്ളത്. തൗഹീദിനെ 2 എണ്ണമായി തിരിക്കുന്നിടത്ത് ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ അള്ളാഹുവിനെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞത് തൗഹീദുൽ ഇൽമിയുടെ ഭാഗം. രണ്ടാമത്തേത് തൗഹീദുൽ അമലി, തൗഹീദിന്റെ അമലിന്റെ അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വത്തൊലബ്,
ഉദ്ദേശത്തിന്റെയും തേട്ടത്തിന്റെയും. അതിനുള്ള ദലീലാണ് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ട് തന്നെ ഇല്ല. അപ്പൊ ഈ തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങൾ, ഇൽമും അമലും, ഇത് കൃത്യമായി പൂർത്തിയാക്കുന്നിടത്താണ് അസ്സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ ഓരോ അടിമയുമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്നുള്ളത് തൗഹീദ് കൊണ്ടല്ലാതെ നേരെയാവുകയില്ല, തൗഹീദ് കൊണ്ടല്ലാതെ ശരിയാവുകയുമില്ല. ആ തൗഹീദ് ശരിയാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഇൽമ് അത് പ്രധാനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് അത് നിർബന്ധമാണ്. അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനോ ഇബാദത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താനോ സാധിക്കില്ല. നാം നമ്മുടെ മക്കളെ, നാം നമ്മെ തന്നെയും നമ്മുടെ മക്കളെയും ആദ്യം പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ മഅരിഫത്ത് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒരു ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തിന് വേണ്ടി തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയ സമയത്ത്, മാറി നിന്ന സമയത്ത് തന്റെ ഉമ്മത്ത് ബനൂ ഇസ്രായേലുകൾ അവർ കാളക്കുട്ടിയെ ആരാധിച്ച സംഭവം നമുക്കറിയാം. അതിൽ തിരിച്ച് മൂസാ നബി അലൈഹിസ്സലാം വന്ന ആ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങളുടെ ഭാര്യയായ, നിങ്ങളെ സൃഷ്ടിച്ച് രൂപം നൽകിയിട്ടുള്ള നിങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടങ്ങുക. ഇവിടെ തൂബു ഇലല്ലാഹ് എന്നല്ല, തൂബു ഇലാ ബാരിക്കും. അതായത് ഒരു കാളക്കുട്ടിയെ, ഒരു സൃഷ്ടിയെ ഇബാദത്ത് ചെയ്ത ആളുകളോട് അതിനേക്കാൾ ഈ സൃഷ്ടിപ്പെല്ലാം കൃത്യമായി രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിക്കുന്ന അള്ളാഹുവിന്റെ അസ്മാവ്, അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് അതിലേക്കാണ് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറയുന്നത്. അതാണ് അവിടെ പ്രാധാന്യം. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതിന്റെ പ്രാധാന്യം എവിടെയാണ്? അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടാകണം. ഒന്ന്, അള്ളാഹുവിന്റെ വുജൂദിലുള്ള ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിൽ വിശ്വസിക്കൽ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കൽ, അതിനെക്കുറിച്ച് പഠിക്കൽ, അറിയൽ. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റുബൂബിയത്ത്, കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ളതിന്റെ ബോധം, അതിനെക്കുറിച്ചുള്ള അറിവ്. 3, ഉലൂഹിയത്ത്, ഇബാദത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം എന്നുള്ളത്. 4, അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങളും ഉത്കൃഷ്ടമായ സിഫത്തുകളെയും കുറിച്ച് അറിയൽ. ഈ 4 കാര്യങ്ങൾ നേരെയാകുമ്പോഴാണ് അള്ളാഹുവിലുള്ള ഈമാൻ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഖൽബിൽ ഉറക്കുന്നത്. അപ്പോ മഅരിഫത്തുല്ലാഹ് എന്നുള്ളത് ഒന്നാമതായിട്ട് കൊടുക്കാൻ അതിന്റെ പ്രാധാന്യം അത്ര ഗൗരവമുണ്ട് എന്നതുകൊണ്ടാണ്. എന്നിട്ട് ശൈഖ് ഇതിൽ ആദ്യമായി കൊടുക്കുന്ന ഒന്നാമത്തെ ഹദീസ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസ്, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർകഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, പങ്കു ചേർക്കുന്നതിനെ തൊട്ടെല്ലാം ഞാൻ ഗനിയാണ്, നിരാശ്രയനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി, ആരെങ്കിലും എന്നോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താൽ, തറക്തുഹു വശിർകഹു, അവന്റെ അമലും അതുപോലെ തന്നെ കർമ്മവും അവൻ പങ്കു ചേർക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കില്ല. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഇവിടെ മഅരിഫത്തുല്ലാഹ് എന്നുള്ള ബാബിൽ ഈ ഹദീസ് ഒന്നാമതായി കൊടുക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ ഇബ്താലു ശിർക്കാണ്, ശിർക്ക് ബാത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനുള്ള കാരണം, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടാകില്ല.
അള്ളാഹുവിനെ കുറിച്ച് മഅരിഫത്ത് ഉണ്ടാവുകയില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാൾക്ക് ആ മഅരിഫത്തിന്റെ ഹഖീഖത്ത് തീർച്ചയായിട്ടും ഉണ്ടാകില്ല. അത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഇൽമുള്ളവനും ആയ ഒരു വ്യക്തി അവൻ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഹഖീഖത്ത് ബോധ്യപ്പെട്ട അള്ളാഹുവിന്റെ ഈമാനിന്റെ ഹഖീഖത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ പറ്റി പറഞ്ഞ വാക്കാണ് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട സ്ഥാനമുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. ആ സ്ഥാനത്തിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കിയിട്ടില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് അവന് അറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടാതെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെയും സാധിക്കില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മൻ അറഫ അല്ലാഹ ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിന്റെ അസ്മാവുകൾ കൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അഫ്ആലുകൾ കൊണ്ട് നാമങ്ങൾ കൊണ്ട് ഗുണവിശേഷണങ്ങളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ അറിയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അഹബ്ബഹു അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. ലാ മഹാല ഇഷ്ടപ്പെടാതിരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. ഇനി ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നാം പറഞ്ഞു ഈ ഹദീസുൽ ഖുദ്സിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ വാക്കുകളാണ്. അതിന്റെ ആശയം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിദകളിൽ ഒരു ഫായിദ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്നുള്ള സിഫത്തിനെ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. കാരണം ഈ ഹദീസ് ഖുദ്സിയായി എന്നുള്ളത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ചില ആളുകളുണ്ട്, ചില പിഴച്ച ആളുകൾ അള്ളാഹുവിന്റെ കലാം നിഷേധിക്കുന്നവർ, അള്ളാഹുവിന് സംസാരമില്ല എന്ന് പറയുന്നവർ. പക്ഷേ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരം ഉണ്ട് എന്നുള്ളതിനെ നമുക്കിതിന് ഉറപ്പിക്കുന്നത്. അതുപോലെ ഈ ഹദീസിന്റെ ലഫ്സുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനാ അഗ്ന ശുറകാഇ അനിശ്ശിർ. അഗ്ന എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ളീലാണ്, അതായത് ഏറ്റവും നിരാശനായിട്ടുള്ളവൻ. അള്ളാഹു ഗനിയാണ്, നമുക്കറിയാം അള്ളാഹു ഗനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയും യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ്, ഫഖീറന്മാരാണ്. അള്ളാഹു ഗനിയാണ്, അള്ളാഹു മറ്റൊരാളെ ആവശ്യമില്ലാത്ത ഗനിയാണ്. നാം അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖുദ്സിയായ ഒരു ഹദീസിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങളിലെ ആദ്യക്കാർ, നിങ്ങളിലെ അവസാനക്കാർ, നിങ്ങളിലുള്ള ജിന്ന് വർഗം, നിങ്ങളുടെ മനുഷ്യവർഗം, ഇവരെല്ലാവരും നിങ്ങളെല്ലാവരും ഏറ്റവും അധികം നല്ല തഖ്വയുള്ള, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ ഖൽബിന്റെ അവസ്ഥയിലായെങ്കിലും അള്ളാഹുവിന്റെ മുൽക്കിൽ ഒന്നും തന്നെ കൂടാൻ പോകുന്നില്ല, എന്റെ അധികാരത്തിൽ ഒന്നും തന്നെ അതുകൊണ്ട് വർദ്ധിക്കാൻ പോകുന്നില്ല. അള്ളാഹു തആല പറയുകയാണ് ഇനി നിങ്ങളെല്ലാവരും ജിന്നുവർഗവും മനുഷ്യവർഗവും എല്ലാവരും ഏറ്റവും ഫാജിറായ ഒരുത്തന്റെ ഖൽബിന്റെ അവസ്ഥയാണെങ്കിൽ എന്റെ മുൽക്കിൽ നിന്ന് ഒന്നും തന്നെ കുറയാനും പോകുന്നില്ല. അതായത് നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്ത് കൊണ്ട് യാതൊരു നേട്ടവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. പക്ഷെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നേട്ടം നമുക്കാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണെന്ന് പറയുകയാണ്, മറ്റൊരാളെയും ആശ്രയം ആവശ്യമില്ലാത്ത, മറ്റൊരാളെയും ഒരു തരത്തിലും ആവശ്യമില്ലാത്തവൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അനാ അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്. ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിരാശ്രയനാണ്. അള്ളാഹു തആല എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ തസ്വിയത്തു മാ ഖസായിസില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റാരെങ്കിലും സമന്മാരാക്കുക എന്നതാണ് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യത്തിൽ മറ്റൊരാളെ സമനാക്കുക എന്നുള്ളത്. നാളെ പരലോകത്ത് മുശ്രിക്കീങ്ങൾ, ഇബ്ലീസിന്റെ ആളുകളും അതിൽക്കിടയിൽപ്പെട്ട ആളുകളും പോയിട്ട് തമ്മിൽ വാക്കുതർക്കം നടക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ,
അവരവിടെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കും. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്നിട്ട് പറയും ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് സമന്മാരെ സാമ്യത കൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം എന്തെങ്കിലും കാര്യത്തെ സമന്മാരെ വെക്കുക എന്നുള്ളത്. ഈ സഹോദരങ്ങളെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട്. ഷിർക്കുൽ അക്ബറുമുണ്ട്, ഷിർക്കുൽ അസ്ഗറുമുണ്ട്. ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വ്യക്തമായി മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരം വേറൊരു വ്യക്തിയെയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മലക്കിനെയോ ജിന്നിനെയോ നബിയെയോ ആരെയെങ്കിലും അള്ളാഹുവിന് പകരമായി ഷിർക്ക് രണ്ടിനമാണെന്ന് പറഞ്ഞു. ഷിർക്കുൽ അക്ബർ, ഷിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന, ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്താവുകയും നരകത്തിൽ ഖാലിദീന ഫീഹ, കാലാകാലം സ്ഥിരമായി നരകത്തിലാകുന്ന അവസ്ഥ. അത് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായി ചെയ്യുന്നതിൽ മറ്റൊരാളെ പങ്കുചേർക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കില്ല അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് പരലോകത്ത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് പാപമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവൻ കൊണ്ടുവരുന്നത് വളരെ വലിയ ഒരു തിന്മയാണ്, അല്ലെങ്കിൽ അതൊരു ദുൽമാണ് എന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്കുൽ അസ്ഗർ, രണ്ടാമത്തെ ഇനമായ ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തഫ്സീർ ചെയ്തിട്ടുള്ളത് റിയാ എന്നുള്ളതാണ്. മറ്റുള്ള സൃഷ്ടികൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികളെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി, അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അഅ്മാലുകൾ, അതും ഈ ഹദീസിന്റെ അകത്ത് ശിർക്കിന്റെ ഇനത്തിൽ വരുന്നതാണ്. കാരണം ഈ ഹദീസിൽ പറഞ്ഞത് മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം പ്രവർത്തിച്ചാൽ. ഇവിടെ അമലൻ എന്നുള്ളത് അറബി ഭാഷയിൽ നെക്കിറയാണ്. നെക്കിറയായിട്ടുള്ള ഷർത്തിന്റെ സ്ഥാനത്ത്, ഷർത്തിന്റെ ജവാബായിട്ട് ആ നിലക്ക് ആ സ്ഥാനത്ത് നെക്കിറയായിട്ടൊരു കാര്യം വരുമ്പോൾ അത് തുഫീദുൽ ഉമൂം, ഉമൂമായിട്ട് എല്ലാ കർമ്മവും അതിൽ പെട്ടു, എല്ലാ കർമ്മവും അതിൽ പെട്ടു. ആരെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അശ്റക ഫീഹി മഅ ഗൈരി, എന്നെ മറ്റൊരാളിനെ പങ്കു ചേർത്തുകൊണ്ട് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തറക്തുഹു വശിർക്കഹു, അവനെയും ആ പങ്കു ചേർത്തതിനെയും അമലിനെയും എല്ലാം അല്ലാഹു തആല ഒഴിവാക്കുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ഷിർക്കുൽ അസ്ഗർ അരിയാ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും വശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യത്തിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷിർക്കുൽ അസ്ഗർ ആണ്. ഖാലു യാ റസൂലല്ലാഹ് വമശ്ശിർക്കുൽ അസ്ഗർ, എന്താണ് ഷിർക്കുൽ അസ്ഗർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അരിയാ, അരിയാ ആണ്. ഇന്നല്ലാഹ യഖൂലു യൗമ തുജാദിൽ ഇബാദു ബിഅഅമാലിഹിം, തുജാദിൽ ഇബാദു ബിഅഅമാലിഹിം, അടിമകളെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നാളെ പരലോകത്ത് പ്രതിഫലം നൽകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ബിഅഅമാലികും ഫിദ്ദുനിയ, നിങ്ങൾ പോയിക്കൊള്ളുക, ദുനിയാവിൽ ആരെ കാണിക്കാനാണോ നിങ്ങൾ കർമ്മം ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോയിക്കൊള്ളുക. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ, നിങ്ങൾ നോക്കി നോക്ക് അവരെന്തെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം തരുമോ എന്ന് നിങ്ങൾ പോയി നോക്കാൻ പറയും. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തെ ശ്രദ്ധിക്കണം. റിയാ നമ്മുടെ ഓരോരുത്തരെയും കൽബിലേക്ക് കയറി വരുന്നത് എത്രത്തോളം ഗോപ്യമായിട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും റിയായിനുണ്ടാവുക. അതുകൊണ്ട് നാം ചെയ്യുന്ന അമാലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് കൊണ്ടും അല്ലാഹുവിനെ അറിയുന്നത് കൊണ്ടും മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. ഇനി റിയാഇന്റെ അവസ്ഥകളിൽ ചില അവസ്ഥകളുണ്ട്. ഒന്നാമത്തേത്, ഒരടിമ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ റിയാഓടുകൂടി ചെയ്യുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, ഒരാൾ ഫർളായ നമസ്കാരം കഴിഞ്ഞ് നഫ്ലായ സുന്നത്തായ നമസ്കാരം നിർവഹിക്കുകയാണ്.
അവൻ നിസ്കരിക്കാൻ നിർവഹിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചുറ്റുമുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത്. ഇത് അസ്ലിൽ ഇബാദത്തിന്റെ അസ്ലിൽ തന്നെ റിയാ കടന്നുകൂടിയതാണ്. ആ അമല് മൊത്തമായിട്ട് ബാത്തിലാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കില്ല. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇബാദത്തിന്റെ അമലിന്റെ തുടക്കത്തിൽ അവന്റെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കും, അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കും. പക്ഷേ അതിന്റെ ഇടയിൽ അവന് റിയാ കടന്നുകൂടുന്ന അവസ്ഥ. ഇപ്പൊ നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരാൾ നമസ്കരിച്ചു, ആ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റക്അത്തിൽ അല്ലെങ്കിൽ ഒരു റക്അത്ത് കഴിഞ്ഞിട്ട് അവന് ആളുകൾ കാണുന്നുണ്ട് എന്നത് തോന്നി. അങ്ങനെ അവൻ പാരായണം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ തോന്നി, പാരായണം വർദ്ധിപ്പിച്ചു, റുക്കൂ വർദ്ധിപ്പിച്ചു, സുജൂദ് വർദ്ധിപ്പിച്ചു, നമസ്കാരത്തിന് രൂപം നന്നാക്കി. അങ്ങനെ ചെയ്താൽ ഉലമാക്കളുടെ ചർച്ചയുള്ള വിഷയമാണ്. അതിലൊരു അഭിപ്രായം എന്താ വെച്ചാൽ ഏത് സമയത്താണോ അവൻ എന്താണോ അവന്റെ നിയ്യത്തിന്റെ അപ്പുറത്തേക്ക് ഇഖ്ലാസിന്റെ അപ്പുറത്തേക്ക് വന്നത് ആ കർമ്മങ്ങളെല്ലാം ബാത്തിലാകുന്നതാണ് എന്നുള്ളത്. ചില പണ്ഡിതന്മാർ ഒന്നുകൂടിയും വിശാലമായി വിഷയത്തെ ചർച്ച ചെയ്തത് ഒരു ഇബാദത്തിൽ ഒരു അമലിൽ റിയാ കടന്നുകൂടുമ്പോൾ ആ അമല് ബാത്തിലാകുമോ ഇല്ലയോ എന്നുള്ളത് ആ റിയാ കടന്നുകൂടുന്ന അമലിന് തുടക്കവും അവസാനവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. അതായത് നമസ്കാരം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ബന്ധമുള്ള ഒരു കർമ്മമാണ്. അപ്പൊ അതിന്റെ 2 റക്അത്ത് നല്ല രീതിയിലും 2 റക്അത്ത് റിയാ കൂടി വന്നാൽ മൊത്തമായി അമല് പോകുമെന്നുള്ള നിലക്ക്. എന്നാൽ ഒരാൾ 100 ദിനാർ അല്ലെങ്കിൽ ഒരു പണം ഒരു കണക്കുള്ള 100 ദിനാർ സദഖ ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ 50 എണ്ണം ചെയ്തത് ഇഖ്ലാസോട് കൂടിയിട്ടാണ്. ബാക്കി 50 എണ്ണം ചെയ്തപ്പോൾ അയാൾക്ക് റിയാ കടന്നുകൂടി. അപ്പൊ ഇതിന്റെ പ്രതിഫലത്തെ എന്താ? ഇതിന്റെ തുടക്കം അവസാനം തമ്മിൽ ബന്ധമല്ല. സദഖയുടെ തുടക്കം അവസാനം തമ്മിൽ ബന്ധമല്ല, ഒരൊറ്റ കർമ്മമല്ല. അപ്പൊ ഈ 50 കൊടുത്തതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്, ബാക്കിയുള്ള 50 പ്രതിഫലം ലഭിക്കില്ല. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ നമസ്കരിക്കാൻ നിന്നു, ആ നമസ്കാരത്തിനിടയിൽ അവന് റിയാ കടന്നുകൂടി. ആ കടന്നുകൂടുന്ന സന്ദർഭത്തിൽ അവൻ അതിനെ ശക്തമായി എതിർക്കുകയും അതിനവൻ സ്വന്തത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തു. ആളുകളെ കാണാൻ വേണ്ടിയല്ല, എന്റെ നിയ്യത്ത് ഇഖ്ലാസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സുമ്മഅത്തിന് ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ അവൻ അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും അവൻ അതിന്റെ റിയാഇന്റെ ശൈത്താന്റെ വസ്വാസികൾക്ക് പിന്നാലെ പോകാതിരിക്കുകയും ചെയ്താൽ അവന്റെ അമല് പൂർണ്ണമായിട്ടും അവന് ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയെല്ലാം റിയാഇന്റെ ഇനങ്ങൾ നമുക്ക് കാണാം. ഇവിടെ റിയാ കടന്നുകൂടിയാൽ, റിയാ ഒരു അമലിലേക്ക് കടന്നുകൂടിയാൽ, അല്ലെങ്കിൽ ഷിർക്കിന്റെ അക്ബറിന്റെ അസ്ഗറിന്റെ ഇനം കടന്നുകൂടിയാൽ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് തറക്തുഹു വശിർക്കഹു, അവനെയും അവന്റെ കർമ്മത്തെയും അതുപോലെ അവൻ പങ്കുചേർത്തതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കില്ല. നാളെ പരലോകത്ത് ആർക്ക് വേണ്ടിയാണോ അവനത് ചെയ്തത്, പ്രത്യേകിച്ച് റിയാഇന്റെ വിഷയത്തിൽ ആരെ കാണിക്കാനാണോ ചെയ്തത്, അവനോട് പോയിട്ട് അതിന്റെ പ്രതിഫലം ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ ഹദീസ് മഅരിഫത്തുല്ലാഹ് എന്ന ബാബിൽ ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞു, അനാ അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, അല്ലാഹു പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം പങ്കുകാരിൽ നിന്നെല്ലാം ഞാൻ നിരാശ്രയനാണ്, ഗനിയാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഅ ഗൈരി തറക്തുഹു വശിർക, ആരെങ്കിലും എന്നോടൊപ്പം മറ്റൊരാളെയും ചേർത്തുകൊണ്ട് പങ്കു ചേർത്തുകൊണ്ട് ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തെയും അവനെയും അവന്റെ പങ്കുചേർക്കലിനെയും നാം ഒഴിവാക്കുന്നതാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഈ ഹദീസ് ബാബു മഅരിഫത്തില്ലാഹി വൽ ഈമാൻ ബിഹി എന്നുള്ളത് കൊടുക്കാനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടായാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടാകില്ല. അഥവാ ഷിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാ വരുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിന്റെ ഹഖീഖത്ത് ഉണ്ടാവുകയില്ല. ആ മഅരിഫത്തിന്റെ യാഥാർത്ഥ്യം അവൻ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് മനസ്സിലാക്കി തരാനാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഹദീസുകളും അതിന്റെ ബാക്കിയും നമുക്ക് പിന്നീട് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നാം ചെയ്യുന്ന അമാലുകൾ ഇഖ്ലാസോട് കൂടിയുള്ളതാക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ മഅരിഫത്ത് ഉണ്ടാകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.